പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടൽ വ്യവസായ മേഖല സ്തംഭനത്തിലേക്ക്. ചേർത്തല നഗരത്തിൽ വുഡ്ലാൻഡ്സ് അടക്കമുള്ള 15ഓളം ഹോട്ടലുകളാണ് പ്രതിസന്ധിയെ തുടർന്ന് അടച്ചത്. രാജ്യമാകെ തുടരുന്ന LPG ക്ഷാമം ചേർത്തലയിലെ ഹോട്ടൽ മേഖലയിലും ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചേർത്തലയിലെ മുൻനിര ഭക്ഷണശാലകളായ ഓപ്പൺ റെസ്റ്റോറന്റ്, വുഡ്ലാൻഡ്സ് ഹോട്ടൽ അടക്കമുള്ള 15ഓളം ഹോട്ടലുകളാണ് പാചകവാതക ക്ഷാമത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്നത്. ഒരു 7 ദിവസമായിട്ട് ഗ്യാസ് കിട്ടാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് എൻ്റെ പണിക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ പൊറോട്ടയും അപ്പം പിടിയപ്പോൾ അവിടെ ഉണ്ടാക്കും, കറികൾ ഉണ്ടാക്കി വിടുന്നത്. വരുന്ന കസ്റ്റമർ ഒന്നുമില്ലെന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു പോകണം. വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ. ഇന്നോ നാളെയോ റെഡിയാവുന്ന രീതിയിലാണ്. 5 പണിക്കാർക്ക് ലീവ് കൊടുത്തിട്ടിരിക്കുകയാണ്. അവരുടെ കുടുംബം പട്ടിണിയാണ്. എത്രയും പെട്ടെന്ന് റെഡിയായില്ലെങ്കിൽ മുന്നോട്ട് ഓടിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാകും. ഞാൻ മാത്രമല്ല, എല്ലാം ഞങ്ങൾ ഡീൽ താമസിക്കുന്ന എല്ലാ ഹോട്ടലുകാരും ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുറന്നിരിക്കുന്ന ഹോട്ടലുകളിൽ പലയിടത്തും ഗ്യാസിന് പകരം വിറക് ഉപയോഗിച്ചാണ് പാചകം ചെയ്യുന്നത്. അതിനാൽ തന്നെ വിഭവങ്ങളുടെ എണ്ണത്തിലും കുറവ് വരുത്തേണ്ടി വന്നിട്ടുണ്ടെന്നും ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളെയും പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ടെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ചേർത്തല യൂണിറ്റ് സെക്രട്ടറി VY അൻസാരി പറഞ്ഞു. ചേർത്തലയെ സംബന്ധിച്ച് ചേർത്തലയിൽ നമ്മുടെ KHRയുടെ കീഴിൽ ഒരു 60ഓളം ഹോട്ടലുകളാണ്. അതിലേതാണ്ട് 15ഓളം ഹോട്ടലുകൾ പൂർണ്ണമായിട്ടും അടച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം നാളിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതന്നെ ഞങ്ങൾ വളരെ സംശയത്തിലാണ് ഇരിക്കുന്നത്. വളരെ ദയനീയമാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ആഴ്ചയിൽ 25 സിലിണ്ടർ വേണ്ടതാണ്. 10 ദിവസം മുമ്പ് കിട്ടിയ സിലിണ്ടറാണ് ഞങ്ങൾ 10 ദിവസമായിട്ട് ഞങ്ങൾക്ക് ഒരു സിലിണ്ടർ പോലും കിട്ടുന്നില്ല. പല പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞെങ്കിലും നമുക്ക് കൊമേഴ്സ്യലായിട്ട് ഇതുവരെ അവർക്ക് പെർമിഷൻ കിട്ടിയില്ലെന്നാണ് ഈ ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. ഒരു സിലിണ്ടർ കിട്ടിയാലും നമുക്ക് വളരെ അഡ്ജസ്റ്റ് പോകാൻ പറ്റുന്നതായിരിക്കും. 10 ദിവസമായിട്ട് ഒരു സിലിണ്ടറും കിട്ടിയില്ല. മുൻനിര ഹോട്ടലുകൾക്ക് സമാനമാണ് ചെറിയ തട്ടുകടകളുടെയും അവസ്ഥ. ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകാത്തതിനാൽ നഗരത്തിലെ പല ചെറിയ ചായക്കടകളടക്കം അടച്ചുപൂട്ടിയ നിലയിലാണ്. വരും ദിവസങ്ങളിലും LPG ക്ഷാമം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കോവിഡ് കാലത്തിന് സമാനമായ രീതിയിൽ ഹോട്ടൽ മേഖല പൂർണ്ണ സ്തംഭനത്തിലേക്കാവും എത്തുക.